അപ്പൊ അതാണ് നമ്മൾ താഴെ എന്താ പറയാ തോടും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ മുകളിലെത്തി നമ്മള് വീടിന്റെ അവിടെ അടുത്തുണ്ട്. നമുക്ക് നോക്കിയേ തെങ്ങിട്ട് നല്ല കായ്ക്കുന്ന തെങ്ങ് ഏകദേശം 170ഓളം തെങ്ങിടതായി കാണുന്ന തെങ്ങാണ് കേട്ടോ. അത് നോക്കി ഒക്കെ നല്ല നല്ല കായ പിടിക്കുന്ന തെങ്ങാണേ. ഇതാണ് ഇതേപോലത്തെ 170ഓളം തെങ്ങുകളാണ് കേട്ടോ. 170ഓളം തെങ്ങുകളാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത്. പിന്നെ അതാണ് വെള്ളത്തിന്റെ സൗകര്യത്തിന് നമുക്ക് താഴെ നമ്മളിപ്പോ കിണർ കണ്ടു, തോട് കണ്ടു. പിന്നെ ഇത് തുരങ്കത്തുനിന്ന് വരുന്ന വെള്ളം കേട്ടോ. അത് ഇങ്ങനെ ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കും. തുരങ്കം നമുക്ക് പറമ്പിന്റെ മേലാണുള്ളത്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഷീറ്റ് ഇത്രയും റബ്ബർ മരങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10,2200ഓളം റബ്ബർ മരങ്ങൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷീറ്റ് അടിക്കാനുള്ള സൗകര്യത്തിന് ഒരു മെഷീൻ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് കാണിച്ചു തരാം. ഇത് നമ്മൾ നേരത്തെ വന്ന റോഡാണ് കേട്ടോ. ഉണ്ടല്ലേ, നമ്മളെ ഫസ്റ്റ് നമ്മൾ കാണിച്ചില്ലേ ആ റോഡാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമുക്ക് ആ മെഷീൻ പേര് ഒന്ന് കാണിച്ചു കൊടുക്കട്ടോ. മെഷീൻ പേരൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുള്ളതാണ്. ഷീറ്റ് അടിക്കാനാണെങ്കിലും ഒരൊഴിക്കാനാണെങ്കിലും ഒക്കെ സൗകര്യമുള്ള. ഇങ്ങോട്ടോ വന്ന് നോക്കിയേ, വെള്ളം ആണെങ്കിലൊക്കെ നമുക്ക് ഷീറ്റ് അടിക്കുന്നിടത്തോട്ട് തന്നെ വെള്ളം എല്ലാം എത്തുന്നുണ്ട്. ഇങ്ങോട്ട് ഫുൾ ടൈം വെള്ളം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടില്ലേ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒരൊഴിക്കാനൊക്കെ കഴുകിയിടാനുണ്ട്. മെഷീൻ സാധാ പ്ലെയിനും ഉണ്ട്, അച്ചും ഉണ്ട്. പിന്നെ ഒരൊഴിക്കാനുള്ള പാതകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിഷെല്ലാം വെക്കാൻ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. അത്യാവശ്യം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ നമുക്ക് വീടിന്റെ മുറ്റത്ത് തന്നെ നമുക്ക് എന്താ പറയാ പുകപ്പരയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് ഷീറ്റൊക്കെ കൊണ്ടുപോകാനാണെങ്കിലും പണിക്കാർ വരികയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ എത്തിപ്പെടാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അതിനിപ്പോ ഷീറ്റ് അടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പാല് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പാല് കൊണ്ടുപോകണ കമ്പനീന്റെ വണ്ടി പറമ്പിലോട്ട് എവിടെ വേണമെങ്കിലും എത്താനൊക്കെ സുഖമാണ് കേട്ടോ. വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതാ ഇങ്ങോട്ട് വാ. നമുക്ക് അടുത്ത കാണേണ്ടത് ഈ കണ്ണഞ്ഞി പറഞ്ഞ അങ്ങോട്ട് നമുക്ക് കുറച്ച് തൈമരങ്ങൾ ഉണ്ട് കേട്ടോ. കുറച്ച് തൈമരങ്ങൾ ഉണ്ട് കേട്ടോ. നമുക്ക് പറമ്പിൽ ഏകദേശം 450ഓളം തൈമരങ്ങൾ ഉണ്ട്. റബ്ബർ ഇതാ ഇതേപോലത്തെ ഒക്കെ നല്ല 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 തൈകളാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് ഫുള്ള് തൈമരങ്ങളാണ്. പിന്നെ മഹാഗണികളൊക്കെ ഉണ്ടല്ലോ. നേരത്തെ നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ കാണിച്ചു തന്നായിരുന്നു. നമ്മൾ ആ പറമ്പിന്റെ സൈഡ് വഴി ഒരു 500ഓളം ഉണ്ട് എന്ന് പറഞ്ഞത്. അതേപോലെ ഇതിനെ ഈ സൈഡിൽ കൂടെ കണ്ടില്ല നിങ്ങൾ, സൈഡിൽ കൂടെ ഫുള്ള് ഇതേപോലെ മഹാഗണികൾ വെച്ചിട്ടുണ്ട്. തേക്കുകളും ഉണ്ടല്ലോ അത്യാവശ്യം നല്ല. തേക്ക് ഏകദേശം 700ഓളം തേക്കുകൾ ഉണ്ട്. അതിന്റെ ഇടയ്ക്കെല്ലാം തേക്കും മഹാഗണി മിക്സ് ആക്കിയിട്ടാണ് ഈ സൈഡിൽ കൂടെ വെച്ചിട്ടുള്ളത് കേട്ടോ. റോഡ് സൈഡിന് ലൈനൊക്കെ കണ്ടില്ലേ, ഫ്ലാറ്റൊക്കെ നല്ല ക്ലിയർ ആയി കിടക്കണാണ് ഫുള്ള്. ഇതാണ് ഇപ്പൊ നമ്മളെ റബ്ബർ തോട്ടത്തിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങള്. മഴയാണ്ട് കുറച്ച് കാടുണ്ട് കേട്ടോ. കാട് കൊത്താനായിട്ടുണ്ട്. കുറച്ച് ചെറിയ രീതിയിൽ കാടുണ്ട്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള മൊത്തത്തിലുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇലയെല്ലാം പോയി ഇങ്ങനെ തണ്ട് മാത്രമായിട്ട് എങ്ങനെ കാണുള്ളൂ. നമുക്ക് നല്ല തോട്ടം അല്ലേ. ഇപ്പൊ നവംബർ മാസം അല്ലേ. അപ്പൊ അതെന്താ വെച്ചാല് കൂടുതൽ സ്ഥലം വേണമെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഒറ്റ പ്ലോട്ട് തന്നെ ആയിട്ട് കിട്ടുകയും ചെയ്യില്ല കേട്ടോ. ഈ ഒരു പ്ലോട്ട് മൊത്തം 18 ഏക്കറാണ്. അപ്പൊ ഒറ്റ പ്ലോട്ടായിട്ട് കിട്ടുകയും ചെയ്യും അല്ലേ. പിന്നെ പറമ്പിൽ ചെറുങ്ങനെ ചെരിവുണ്ട്, ചെറിയ ചെരിവുള്ള സ്ഥലമാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ. നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി കാണാനുണ്ട്. അതൊക്കെ ഓരോന്ന് പോയിട്ട് കാണിക്കാം അല്ലേ. അതെ, പോവല്ലേ നമുക്കിന്ന്.